ഹലോ നമസ്കാരം. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങ വെച്ചിട്ടുള്ളൊരു സ്വീറ്റ് ഡിഷാണ്. അപ്പോൾ ഇതിൻ്റെ പേരാണ് മാങ്ങാ തെര അല്ലെങ്കിൽ ആം പാപ്പഡ് മാംഗോ ബാർ എന്നൊക്കെ പറയും. നമ്മുടെ വീട്ടിൽ ഒരുപാട് മാങ്ങയുള്ള സമയത്ത് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്വീറ്റാണ്. ഇതൊരു വർഷം വരെയും ഫ്രിഡ്ജിൽ കേടാകാതെ സൂക്ഷിക്കും പറ്റും. അപ്പം പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ്. ഒരു ജെല്ലി ടൈപ്പ് സ്വീറ്റാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 4 മാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് തൊലി ചെത്തിയിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. പ്രത്യേകിച്ച് നാരുള്ള മാംഗോ ആണെങ്കിൽ നന്നായിട്ട് അരച്ചെടുക്കുക. മാംഗോ പൾപ്പ് റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ മുഴുവൻ ക്വാണ്ടിറ്റി എടുക്കുന്നില്ല, കുറച്ചായിട്ടാണ് കാണിച്ചു തരുന്നത്. ഒരു കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 300 ഗ്രാമോളം മാംഗോ പൾപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്. ഏകദേശം ഒരു 2 മാങ്ങയുടെ പൾപ്പാണ് ചേർത്തേക്കുന്നത്. ഇതിനെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിലെ വെള്ളമെല്ലാം പറ്റുന്നത് പോലെ ഇത് നന്നായിട്ട് നമുക്കിത് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതിലെ വെള്ളം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഷുഗർ ആഡ് ചെയ്യാം. അപ്പോൾ ഇത് നല്ല മധുരമുള്ള മാങ്ങയാണ്. അതുകൊണ്ട് ഞാനിതിൽ 2 ടേബിൾ സ്പൂൺ ഷുഗറാണ് ആദ്യം ആഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഷുഗർ ഒന്ന് മെൽറ്റ് ആയതിനു ശേഷം നമുക്ക് ഇതിലെ മധുരം ഒന്ന് ചെക്ക് ചെയ്യാം. വേണമെങ്കിൽ വീണ്ടും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ഷുഗർ ഒന്ന് മെൽറ്റ് ആയതിനു ശേഷം ഇതിൽ മധുരം കറക്റ്റ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൽ കുറച്ചും കൂടി ഷുഗറിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ 1/2 ടേബിൾ സ്പൂൺ ഷുഗർ കൂടെ ആഡ് ചെയ്യുവാണ്. 2.5 ടേബിൾ സ്പൂൺ ഷുഗറാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. മധുരമൊക്കെ നമ്മളുടെ ഇഷ്ടം അനുസരിച്ച് ആഡ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് മെൽറ്റ് ആയതിനു ശേഷം ഇതിലെ വെള്ളമെല്ലാം കംപ്ലീറ്റ് ആയിട്ട് പറ്റണം. അതുവരെ ഇത് നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഈ ഒരു ലൈറ്റ് യെല്ലോ കളർ മാറിയിട്ട് കുറച്ചും കൂടി ഡാർക്ക് യെല്ലോ കളർ ആകുന്നിടം വരെ ഇത് വഴറ്റിയെടുക്കണം. എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് വെള്ളമൊക്കെ പറ്റി സൈഡിൽ നിന്നൊക്കെ വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു സ്റ്റേജിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരുപാട് തിക്കാക്കണ്ട. ഈ ഒരു സ്റ്റേജിൽ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി ഞാനൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് പ്ലേറ്റ് ഗ്രീസ് ചെയ്തെടുക്കുവാണ്. നമ്മൾ ഈ വഴറ്റി വെച്ചിരിക്കുന്ന മാംഗോ പൾപ്പ് ഇതിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇളക്കിയെടുക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടില്ലാതിരിക്കാനായിട്ടാണ് ഇങ്ങനെ നെയ്യ് ചേർക്കുന്നത്. നെയ്യ് അല്ലെങ്കിൽ ബട്ടർ വേണമെങ്കിൽ നമുക്ക് തേച്ച് കൊടുക്കാം. ഇനി നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ആ പൾപ്പ്, മാംഗോയുടെ പൾപ്പ് ഇതിൽ ചൂടോടുകൂടി തന്നെ ചേർക്കുക, ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് സ്പ്രെഡ് ചെയ്യാൻ പറ്റും. അതിനുശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്കിതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ സ്പൂണിൻ്റെ ബാക്കിലും കൂടി അല്പം നെയ്യോ ബട്ടറോ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇത് കനം കുറച്ചിട്ട് വേണം ഇത് നന്നായിട്ട് പരത്തിയെടുക്കാൻ. നിങ്ങളുടെ കയ്യിൽ അല്പം കൂടി വലിപ്പമുള്ള പ്ലേറ്റ്, ഈ സൈഡൊന്നും ഇല്ലാത്ത പ്ലേറ്റ് ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് ഇളക്കിയെടുക്കാനൊക്കെ പറ്റും. ഇത് നമ്മൾ കനം കുറച്ച് വേണം പരത്തി കൊടുക്കാൻ. ഇത് നമ്മൾ വെയിലത്ത് വെച്ചിട്ട് 3 ദിവസമാണ് ഇത് ഉണക്കാൻ വെക്കുന്നത്. നല്ല വെയിലുണ്ടെങ്കിൽ 3 ദിവസം മതിയാവും. നന്നായിട്ട് ഇത് ഉണക്കിയെടുക്കുക. അപ്പം ഞാനിത് 3 ദിവസം വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തതാണ്. ഇനി ഒരു കത്തി വെച്ചിട്ട് സൈഡ് ഒന്ന് വിടുവിച്ച് കൊടുത്തിട്ട് നമുക്കിത് ഇളക്കിയെടുക്കാം. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് ജെല്ലി മുട്ടായൊക്കെ ഇഷ്ടമുള്ള കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ഇരിക്കും, ഒരു ഷീറ്റ് പോലെ. നന്നായിട്ട് വെയിലുണ്ടെങ്കിൽ ഉണക്കിയെടുക്കാം. വെയിലില്ലെങ്കിൽ അകത്ത് വെച്ചിട്ടാണെങ്കിലും ഒരു 5 ദിവസം വരെ നമുക്ക് ഉണക്കിയെടുക്കാം. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഈ പ്ലേറ്റിൽ വെച്ചേക്കുന്നുണ്ട്. നന്നായിട്ട് ഷേപ്പൊന്നും കിട്ടില്ല. നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാം. ഇത് വെളിയിൽ വെക്കുകയാണെങ്കിൽ ഒരാഴ്ച വരെ വെച്ച് സൂക്ഷിക്കാം. ഫ്രിഡ്ജിലാണെങ്കിൽ നമുക്ക് കുറേ നാൾ കേടാകാതെ സൂക്ഷിക്കാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ഒരുപാട് മാങ്ങയൊക്കെയുള്ള സമയത്ത് അത് വേസ്റ്റാക്കി കളയാതെ ഇതുപോലെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ചോക്ലേറ്റൊക്കെ കഴിക്കുന്നതിന് പകരം ഇത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തിയുമാണ്, നല്ല സ്വീറ്റ്, നല്ല ടേസ്റ്റുമാണ്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടി വേണമെങ്കിൽ ഏലക്കാപ്പൊടി ഇതിൽ ചേർക്കാവുന്നതാണ്. അപ്പം നമ്മുടെ മാംഗോ ബാർ റെഡി ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ആം പാപ്പഡ്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി ഞാൻ നല്ലൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. ബൈ.